So, hi all, നമ്മളെ ഏറ്റവും ലാസ്റ്റ് പാർട്ടിക്കാണ് വരുന്നത്. ഓക്കെ, സോ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ഹൊറിസോണ്ടൽ വിത്ത് എ വെലോസിറ്റി 4. ഓക്കെ, ദ വെലോസിറ്റി ഓഫ് ദ ബോൾ ആഫ്റ്റർ 0.7 സെക്കൻഡ് ഈസ് എന്നാണ് ചോദിച്ചത്. സോ ടി ഈസ് ഈക്വൽ ടു 0.7 സെക്കൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന വെലോസിറ്റി. സോ അത് നമ്മൾ വി എക്സ് എന്നാ ഡിനോട്ട് ചെയ്യുക. ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന വെലോസിറ്റി എത്ര? 4 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. ദ വെലോസിറ്റി ഓഫ് ദ ബോൾ എന്താ പറയാ ആഫ്റ്റർ 0.7 സെക്കൻഡ് ഈസ്. അപ്പോ നമ്മളെ പ്രൊജക്റ്റൈൽ ഇപ്പൊ സപ്പോസ് ഇവിടുന്ന് ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ താഴോട്ട് ഇടുകയാണ്. ഇങ്ങനത്തെ ടൈപ്പ് ഒരു പുതിയ പ്രൊജക്റ്റൈൽ ഉണ്ട്. അതിനെ നമ്മൾ ഒബ്ലിക് പ്രൊജക്റ്റൈൽ എന്നാണ് വിളിക്കുക. എന്താണ് ഒബ്ലിക് പ്രൊജക്റ്റൈൽ? ഓക്കെ, സോ നേരത്തെ പറഞ്ഞ അതേ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ എന്നാണ് ഇതിനെ വിളിക്കുക. എന്താ വിളിക്കുക? ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ എന്നാണ് ഇങ്ങനെ എടുക്കുകയും നമ്മൾ പറയാം. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇപ്പൊ ഈ സാധനം ഇട്ടിട്ടുള്ളത്. കാരണം എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി എന്നാ പറഞ്ഞത്. സോ അതൊരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ ആണ്. ഓക്കെ, സോ ഈ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈലിന് ഈ ഫ്ലോറിന് ഇതുവരെയുള്ള ഹൈറ്റ് h ആണ്. പിന്നെ എല്ലാം നമ്മൾ പണ്ട് പഠിച്ചത്. സോ ഇവിടുന്ന് നമ്മൾ ഇവിടെ ആകെ ഇവിടുന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ യു എക്സ് ഈസ് ഈക്വൽ ടു യു ആണ്. യു എക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യുലാണ് നമ്മൾ ഈ സാധനത്തിന് അറിയുന്നത്. സോ പിന്നെ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ഉണ്ടാവും. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു വൈ എന്ന് പറയുന്നതിന്റെ വാല്യൂ എപ്പോഴും ഈ ഒരു കേസിൽ മാത്രം, അതായത് ഇങ്ങനത്തെ ഒരു ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ നിങ്ങൾക്ക് തരാന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ജി ടി ആയിരിക്കും. ജി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ടൈം ആയിരിക്കും. ഏത് ഹൊറിസോണ്ടൽ വെലോസിറ്റി യു വൈ. യു എക്സ് എപ്പോഴും യു എൻ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും പോയിന്റില്, ഓക്കെ, ഇവിടെ ഏതെങ്കിലും പോയിന്റില് നമ്മൾ ഇതൊക്കെ വെലോസിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. ഏതെങ്കിലും പോയിന്റില് വെലോസിറ്റി എടുക്കാൻ പറഞ്ഞാൽ അതാണ് വി എന്ന് പറയുന്നത്. അവിടുത്തെ റിസൾട്ടന്റ് വെലോസിറ്റി എപ്പോഴും എങ്ങനെയായിരിക്കും? വി എക്സ് സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? വി വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏത് പോയിന്റിലും എന്തുണ്ടാവും? രണ്ട് വെലോസിറ്റി ഉണ്ടാവും. എങ്ങനെ? ഈ ഭാഗത്തേക്ക്, അതായത് 2D മോഷനാണ്, ഈ ഭാഗത്തേക്ക് ഒരു വി എക്സ് ഉണ്ടാവും, ഈ ഭാഗത്തേക്ക് ഒരു വി വൈ ഉണ്ടാവും. ഓക്കെ, സോ എല്ലാം ഗിവൺ ആണ്. സോ ഇവിടെ നമ്മൾ കാണാൻ പറഞ്ഞത് വെലോസിറ്റി ഓഫ് ദ ബോൾ ആഫ്റ്റർ 0.7 സെക്കൻഡ് ആണ്. സോ ഇക്വേഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. ഞാൻ ഇവിടെ യു എക്സ് ആണ് എടുത്തത്, വിഷയാക്കണ്ട. അവിടെ വി എക്സ് എടുത്താൽ യു എക്സ് എടുത്താലൊക്കെ കണക്കാണ്. സോ വി വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വി വൈ എന്ന് പറഞ്ഞാൽ ജി ടി ആണ്. ജി ഇൻറ്റു ടി ആണ്. ഞാൻ അവിടെ യു വൈ എന്നാ കൊടുത്തത്, കണക്കാക്കേണ്ട, വലിയ വിഷയമൊന്നുമില്ല. സോ ജി ഇൻറ്റു ടി അല്ലെ? സോ വി വൈ നമ്മൾ കാണാൻ പറഞ്ഞത് വെലോസിറ്റി വി ആണ്. എന്താ കാണാൻ പറഞ്ഞത്? വെലോസിറ്റി വി ആണ്. സോ ജി എത്ര? ജിന്റെ വാല്യൂ ആക്സലേഷൻ ടു ഗ്രാവിറ്റി, അത് 10 ആണ്. ടൈം എത്ര? 0.7 ആണ്. സോ വി വൈന്റെ വാല്യൂ നമുക്ക് കിട്ടി 10 ഇൻറ്റു 0.7 എത്ര? എന്റെ നാട്ടിൽ അത് 7 ആണ്. നമ്മളോട് വെലോസിറ്റി വി ആണ് കാണാൻ പറഞ്ഞത്. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ അല്ലെ? സോ വി എക്സ് സ്ക്വയർ എത്ര? 4. സോ 4ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ പ്ലസ് 7ന്റെ സ്ക്വയർ എന്ന് വരും അല്ലെ? സോ എത്ര വരും? 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. സോ ഇതിൽ ഏതെന്ത് കിട്ടും? 7 സ്ക്വയർ എന്ന് പറയുന്നത് 28 ആണ്, ഐ തിങ്ക് സോ. സോറി, 7 സ്ക്വയർ എന്ന് പറയുന്നത് എത്ര? 49 ആണ്. മറ്റേത് എത്ര? അപ്പൊ ഇത് എല്ലാം കൂടെ നിങ്ങൾ വെൻ യു സോൾവ് ദിസ്, അപ്പൊ ഇതൊക്കെ കൂടെ നിങ്ങൾ സോൾവ് ചെയ്യണം. സോ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ആൻസർ കിട്ടും. സോ 49ഉം 16ഉം 55 61. അപ്പൊ ക്ലോസ് ടു എന്ത് വരും? 8 വരും ആൻസർ. ക്ലോസ് ടു 8 വരും. അതായത് 8 തന്നെ ആവണം നിർബന്ധമില്ല. ഏറെക്കുറെ ഒരു ക്ലോസ് ടു എന്താ പറയാ 8 വരും. ഇപ്പൊ ഓപ്ഷനിൽ ഇതിന്റെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് 11 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. സോ 4 സ്ക്വയർ 16 ആണ്. സോ 16 പ്ലസ് 7 സ്ക്വയർ 49 ആണ്. സോ അത് ചെയ്ത് എത്ര കിട്ടും? 49ഉം 16ഉം ഒരു 65 കിട്ടും അല്ലെ? സോ 65 റൂട്ട് ഓഫ് 64 എത്രയാണ്? 8 ആണ്. സോ 65 എന്ന് പറഞ്ഞാൽ 8.01 അതിന് സംതിങ് ആണ്. സോ എന്തായാലും ഓപ്ഷനിൽ 8 ഉള്ളതുകൊണ്ട് ക്ലോസ് ടു 8 ആയതുകൊണ്ട് ആൻസർ എത്രയായിരിക്കും? 8 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതിനെ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റൈൽ എന്നാണ് പറയാം. സോ സാധാ പോലെ തന്നെയാണ്, ഏത് പോയിന്റ് എടുത്താലും അവിടെ യു എക്സ് സ്ക്വയറും യു വൈ സ്ക്വയറും. മറ്റേ പ്രൊജക്റ്റൈൽ ഡിഫറെന്റ് ആയിട്ട് ഇവിടെ വെർട്ടിക്കൽ വെലോസിറ്റി ജി ടി ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച പഴയ പോലെ തന്നെയാണ്. സോ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് 19 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പാത്ത് ഓഫ് ദ സ്റ്റോൺ ഈസ്. ഓക്കെ, ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് സംഭവം സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതില് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇതിന് ക്വസ്റ്റ്യന് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എ സ്റ്റോൺ ഈസ് ഡ്രോപ്പ്ഡ് ഫ്രം എ ക്ലിഫ് ഇൻ എ ഹൈ വിൻഡ്. അപ്പോ ഒരു ക്ലിഫിന്ന് ഒരു സ്റ്റോൺ എന്ത് ചെയ്തു? ഭയങ്കര കാറ്റത്ത് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, സോ ഡ്രോപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ട് വരും അല്ലെ?
സോ താഴോട്ട് എന്തായാലും എന്ത് ചെയ്യും, ഈ സാധനം വരും. സോ താഴോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ദെൻ വേറൊന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ദ വിൻഡ്. അങ്ങനെ താഴോട്ട് അത് പോകുമ്പോൾ തന്നെ ഇവിടെ മൊത്തം വിൻഡാണ്, കാറ്റായതുകൊണ്ട് തന്നെ ദ വിൻഡ് എക്സൈറ്റ് എ സ്റ്റഡി ഒറിസോണ്ടൽ ഫോഴ്സ് ഓൺ ദ സ്റ്റോൺ. ഈ ഒരു സമയം തന്നെ ഈ കാറ്റ് ഇങ്ങനെ ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും കൂടെ ഒരു ഫോഴ്സ് വലിക്കുന്നുണ്ട്. സോ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് വിൻഡ് കൊടുക്കുന്നതാണ്. ഞാനത് എഫ് എക്സ് എന്ന് കൊടുത്തു. പിന്നെ താഴോട്ടുള്ള ഫോഴ്സ് അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, എഫ് വൈ. ഓക്കെ, അങ്ങനെയെങ്കിൽ ദ പാത്ത് ഓഫ് ദ സ്റ്റോൺ ഈസ്. ഓക്കെ, അപ്പോ ഭയങ്കര കാറ്റത്താണ് ഈ കല്ലൊരു ക്ലിഫിൽ നിന്ന് താഴോട്ട് ഇടുന്നത്. സോ അങ്ങനെ താഴോട്ട് ഇടുമ്പോൾ താഴോട്ട് എന്തായാലും പോവും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മീൻസ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം. പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കുന്നത് കൊണ്ട് ഇങ്ങോട്ടും എന്തുണ്ടാവും, ഒരു ആക്സിലറേഷൻ ഉണ്ടാവും. സോ ഇത് ഈ ഭാഗത്തേക്കുള്ള ആക്സിലറേഷൻ സപ്പോസ് എ എക്സ് ആയിക്കോട്ടെ, അതേപോലെ ഈ ഭാഗത്തേക്കുള്ള ആക്സിലറേഷൻ എ വൈ ആയിക്കോട്ടെ. എ വൈ എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇത് പോകുമ്പോൾ ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിരിക്കും. സോ അത് ഓക്കെ. പിന്നെ ഇത് നമ്മളെ ഇത് സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ, യു ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇങ്ങോട്ട് ഫോഴ്സും ആക്സിലറേഷനും ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ താഴോട്ടും ആക്സിലറേഷനും ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ താഴോട്ടും എന്തുണ്ടാവും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. അതാണ് എസ് വൈ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അറിയാം, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്താണ്, ഹാഫ് എ ടി സ്ക്വയർ ആണ്. സോ ഇത് ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ യു 0 ആണ്. സോ എസ് എന്താണ്, എസ് ഈസ് ഈക്വൽ ടു വെറും ഹാഫ് എ ടി സ്ക്വയർ മാത്രമാണ്. സോ എസ് എക്സ് നമ്മൾ ആദ്യം എക്സ് കോമ്പോണന്റ് നോക്കണം. സോ എസ് എക്സ് എന്ത് വരും, എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇങ്ങോട്ടുള്ള ആക്സിലറേഷൻ എ എക്സ് ആണ്. സോ എ എക്സ് ഇൻറ്റു എന്ത് കിട്ടും, ടി സ്ക്വയർ എന്ന് കിട്ടും. താഴോട്ടാണെങ്കിൽ എസ് വൈ എന്താ കിട്ടുക നോക്കാം. താഴോട്ടാണെങ്കിൽ എസ് വൈ എന്താ കിട്ടുക, എസ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു ടി സ്ക്വയർ ആണ് കിട്ടുക. സോ രണ്ടിടത്തും ടി സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇത് ഏത് പാത്തിലാണ്, രണ്ട് ഭാഗത്തും ഇത് പിടിച്ച് വലിക്കുമ്പോൾ ഇത് ഏത് പാത്തിലാണ് മൂവ് ചെയ്യാന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ പാരബോൾ ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്, സർക്കിൾ ഉണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് ഉണ്ട്. സോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിക്കോട്ടെ, ദെൻ എന്ത് ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ടി സ്ക്വയറിനെ വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഇങ്ങോട്ട് എടുത്തു. സോ ടി സ്ക്വയറിനെ ഇവിടെ വെച്ചപ്പോൾ ആദ്യം 2നെ ഇങ്ങോട്ട് എടുത്തു. സോ എന്ത് കിട്ടും, 2 ഇൻറ്റു എക്സ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ ഇവിടെ എ എക്സ് ഉണ്ട്, അത് നേരെ താഴോട്ടും വരും. 2 ഇൻറ്റു എസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എന്ത് കിട്ടും, എ എക്സ് എന്ന് കിട്ടും അല്ലെ, അത് കിട്ടും. അത് ഞാൻ നേരെ ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിലെ ടി സ്ക്വയർ ഇല്ലേ, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ നമുക്ക് എന്ത് കിട്ടും, എസ് വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ വൈ അവിടെ നിൽക്കട്ടെ, ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു എന്ത് കിട്ടും, ഹാഫ് ഇൻറ്റു എ വൈ ഇൻറ്റു ഇവിടെ 2 എസ് എക്സ് ബൈ എ എക്സ് കിട്ടും. 2 ഇൻറ്റു എക്സ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ എ എക്സ് എന്ന് കിട്ടും. 2ഉം ക്യാൻസൽ ചെയ്തു. സോ എസ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എസ് വൈ ഈസ് ഈക്വൽ ടു എ വൈ ബൈ എന്താ പറയാ എ എക്സ്. ഓക്കെ, എ വൈ ബൈ എക്സ് ഇൻറ്റു എക്സ് എക്സ് എന്ന് കിട്ടും. സോ ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഞാൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് വരും. y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. ഞാൻ എ വൈ ബൈ എ എക്സ് ഇൻറ്റു എസ് എക്സ് പ്ലസ് 0 എന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇവിടെ എസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വൈക്ക് പകരം എസ് വൈ ഒന്ന് കുഴപ്പമില്ല. പിന്നെ എം എസ് എക്സിന് പകരം ഇവിടെ എക്സ് എക്സ് ആണ് ഒന്ന് കുഴപ്പമില്ല. പിന്നെ ഇവിടെ എം ഉണ്ട്. സോ എം എന്ന് പറഞ്ഞാൽ എ വൈ ബൈ എക്സ്, അതെന്താണ് സ്ലോപ്പ് ആണ്. അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം. പ്ലസ് എന്താ പറയാ സി എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. അതായത് y ഈസ് ഈക്വൽ ടു എന്താ പറയാ എം എക്സ് പ്ലസ് സി, അതിന്റെ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. അതായത് y ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ളത് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അങ്ങനെയെങ്കിൽ അതേ ഒരു ഇക്വേഷന്റെ ഫോം തന്നെയാണ് ഇതും. സോ ഇതും സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നെയാണ്. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ മീൻസ് എന്താ പറയുക, ഇതാണ് ഇക്വേഷൻ, ആ ജനറൽ ഫോം തന്നെയാണ് ഇത്. അതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്റർസെപ്റ്റ് സി 0 ആണ്, എക്സിന് പകരം എസ് എക്സ് ആണ്, സ്ലോപ്പ് എം എന്ന് പറഞ്ഞാൽ എ വൈ ബൈ എ എക്സ് ആണ്, y എന്ന് പറഞ്ഞാൽ എസ് വൈ ആണ്. സോ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈക്വൽ മീൻസ് എന്താ പറയാ, അതിന് അതേ ഫോം തന്നെയാണല്ലോ ഇതും. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പാത്ത് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ പാരബോൾ ഉണ്ട്. പാരബോളിന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സർക്കിളിന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. അതെന്തായാലും ആ ഫോം അല്ല ഈ ഇക്വേഷൻ. കാരണം ഇത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ പറയാ എ സ്ക്വയർ, ആ ഫോം അല്ല ഇക്വേഷൻ. കാരണം ഇവിടെ വൈ മാത്രമേ എസ് വൈ മാത്രമേ ഉള്ളൂ, അതിന് സ്ക്വയർ ഇല്ല. ഇവിടെ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ, അതിന് സ്ക്വയർ ഇല്ല. സോ അതുകൊണ്ട് അതുമല്ല. അതേപോലെ പാരബോളിന്റെ ഇക്വേഷൻ ഉണ്ട്, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4ax.
അവിടെയൊക്കെ വരണമെങ്കിൽ ഈ SY എന്നുള്ള സാധനത്തിന് സ്ക്വയറെങ്കിലും വരണം, അതൊന്നും വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഇക്വേഷനുകളൊന്നും ഒബേ ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ രണ്ട് ഫോഴ്സ് രണ്ട് ഭാഗത്തു നിന്നും പിടിച്ചു വലിച്ചാൽ ഇതിന്റെ പാത്ത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അത് പാരബോള ആയിട്ടോ സർക്കിൾ ആയിട്ടോ ഒന്നും മൂവ് ചെയ്യൂല. ദ പാത്ത് ഓഫ് ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുക. മാത്തമാറ്റിക്കൽ ഫിസിക്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിൽ നമ്മൾ കോണിക്കൽ സെഷൻ നമ്മൾ എടുത്തിരുന്നു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇതേ ടൈപ്പ് പ്രോബ്ലംസ് വരുമെന്ന്. സോ അതേ ടൈപ്പ് ഒരു പ്രോബ്ലം ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ, അത്ര കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് നോക്കാം. ഓക്കെ, ഞാൻ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഒരേ ഫോമിലുള്ള ഒരേ ടൈപ്പുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഞാൻ ചെയ്യൂല. കാരണം അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു മെച്ചം ഒന്നും കിട്ടാൻ ഇല്ല. ഓക്കെ, ദെൻ ഇനി അടുത്തത് നോക്കാം. ഇതെല്ലാം അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത എന്താ പറയുന്നത്? എ പ്രൊജക്ടൈൽ എന്താ പറയാ ഈസ് ത്രോൺ ഇൻ ടു എ സ്പേസ് സോ ടു ഹാവ് എ മാക്സിമം പോസിബിൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു 400 മീറ്റർ. ഓക്കെ, അതായത് ഒരു പ്രൊജക്ടൈൽ നമ്മൾ എന്ത് ചെയ്തു, അങ്ങോട്ട് എടുത്തെറിഞ്ഞു. സോ ഇതേപോലെ നമ്മൾ അങ്ങോട്ട് ഒരു പ്രൊജക്ടൈലിന് എടുത്തെറിഞ്ഞു. സോ ഇറ്റ് ഹാവ് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആർ മാക്സ് ആണ്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. അതായത് അത് എത്രയാണ്? 400 ആണ് തന്നിട്ടുണ്ട്. സോ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് 400 ആണ്. സോ ആർ മാക്സ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്ര? 400 ആണ്. മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് 400 ആണ്. ടേക്കിംഗ് ദ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ ആസ് ദ ഒറിജിൻ. സോ നമ്മൾ വിട്ട പോയിന്റ് ഇതാണ്. സോ അവിടെ ഞാൻ ഒറിജിൻ ആയിട്ട് എടുത്താൽ ദ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വേർ ദ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ ഈസ് മിനിമം. സോ ഈ ഒരു പാത്തിൽ ഏതോ ഒരു പോയിന്റിൽ എന്തായിരിക്കും? വെലോസിറ്റി മിനിമം ആയിരിക്കും. അത് ഏത് പോയിന്റാ നമുക്ക് അറിയാം, പറഞ്ഞുതരാം. സോ ഇതിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും, ഏതോ ഒരു പോയിന്റിൽ വെലോസിറ്റി മിനിമം ആയിരിക്കും. സോ ഓക്കെ, വെലോസിറ്റി മിനിമം ആയിരിക്കും. ആ മിനിമം ആയ പോയിന്റിലെ കോർഡിനേറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 2 കോർഡിനേറ്റ് ഉണ്ടാവും, എക്സും വൈയും. സോ അത് എത്ര കാണാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, അത് നിങ്ങളെ ഒരു കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഒരു പ്രൊജക്ടൈല് ഏറ്റവും കൂടുതൽ വെലോസിറ്റി മിനിമം ആയിരിക്കുന്നത് അതിന്റെ മാക്സിമം ഹൈറ്റിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് വെലോസിറ്റി? ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. വെലോസിറ്റി ഈസ് മിനിമം അറ്റ് ഹൈയസ്റ്റ് പോയിന്റ്. അപ്പൊ ഹൈയസ്റ്റ് പോയിന്റിലായിരിക്കും ഏറ്റവും മിനിമം എന്തുണ്ടാവുക? വെലോസിറ്റി ഉണ്ടാവുക. സോ ഞാൻ എന്ത് ചെയ്തു? അപ്പൊ ഇതാണ് ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരമാണ് മാക്സിമം ഹൈറ്റ് h. ഓക്കെ, മാക്സിമം ഹൈറ്റ് h ഇത് ഇതിന്റെ കറക്റ്റ് സെന്ററിലാണ് ഉണ്ടാവുക. സോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം 200 മീറ്റർ ആണ്. ഓക്കെ, ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം 200 മീറ്റർ. നമ്മൾ ഈ പോയിന്റിലുള്ള XY കോർഡിനേറ്റ് കണ്ടെത്തണം. ഓക്കെ, ഇവിടെയുള്ള എക്സ് കിട്ടി. എത്ര? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് 200 ആണ്. സോ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടി, 200 മീറ്റർ ആണ് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടുത്തെ ഹൈറ്റിനെ പറ്റി ഇവരൊന്നും പറയുന്നില്ല. ഓക്കെ, ഹൈറ്റിനെ പറ്റി ഇവർ നമുക്ക് ഒന്നും പറയുന്നില്ല. സോ ഹൈറ്റ് കാണാൻ നമുക്ക് കുറെ ഇക്വേഷൻസ് ഉണ്ട്. അല്ല, ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. എന്താ ഹൈറ്റ് കാണാൻ? വേണ്ട, ഹൈറ്റ് കാണുന്ന മുമ്പ് നമുക്കറിയാം ആർ മാക്സ് കാണാനുള്ള ഇക്വേഷൻ. എന്താ ആർ മാക്സ് കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? ആർ മാക്സ് ഈസ് ഈക്വൽ ടു u²/g ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷനോ? ഹൈറ്റ് കാണാൻ നമുക്ക് കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഹൈറ്റ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, u² sin² θ/ എന്താണ്? 2g ആണ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ. സോ വെലോസിറ്റി ഏറ്റവും മിനിമം. അപ്പൊ റേഞ്ച് ഇത്രക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കൂളായിട്ട് ഇത് കാണാൻ പറ്റും. എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത്. അതേസമയം വേറൊരു കാര്യം കൂടെ നോക്കി വെക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ആണല്ലോ, അല്ലെ? സോ ഇത് ഇങ്ങോട്ടും ഒരു റൈറ്റ് ആംഗിൾഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചത് റൈറ്റ് ആംഗിൾ ആയി. സോ ഇവിടുത്തെ തീറ്റ എത്ര കിട്ടും? ഇവിടുത്തെ തീറ്റ 45 ഡിഗ്രി കിട്ടും. ഓക്കെ, അതായത് തീറ്റ എത്ര കിട്ടും? 45 ഡിഗ്രി നമുക്ക് കൂളായിട്ട് കിട്ടും. നമുക്ക് ഇനി കാണേണ്ടത് ഈ ഹൈറ്റ് ആണ് കാണേണ്ടത്. സോ ഹൈറ്റ് എങ്ങനെ കാണും? ഹൈറ്റ് കാണാൻ സിമ്പിൾ ആണ്. നമുക്ക് ടാൻ തീറ്റ ഒന്ന് എടുത്താലോ ഇവിടെ? ഓക്കെ, ഒരു ടാൻ തീറ്റ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, ഹൈറ്റും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോ ഇത് ടാൻ തീറ്റ എടുത്താൽ, സോ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എത്ര വരും? ടാൻ 45 അല്ലെ? സോ ടാൻ 45 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. സോ ഓപ്പോസിറ്റ് സൈഡ് എത്ര? h ആണ് അല്ലെ? സോ ഓപ്പോസിറ്റ് സൈഡ് എത്ര? ഓപ്പോസിറ്റ് സൈഡ് h, അതാണ് കാണേണ്ടത്. h ഹോൾ ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 200 ആണ്. സോ ടാൻ 45 1 ആണ് അല്ലെ? ടാൻ 45 1 ആണ്. ഇത് വേണ്ട, ഇങ്ങനെ ഈ മെത്തേഡ് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി ചെയ്യാം. പക്ഷെ നിങ്ങളെ തീറ്റക്ക് 45 കിട്ടി, നമുക്ക് u എത്രയെന്നൊന്നും അറിയില്ല. അപ്പൊ നമുക്ക്
അത് കാണണം. സോ നമുക്കത് കാണാം. അപ്പോൾ അതിനുവേണ്ടി തീറ്റ എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും തീറ്റ 45 ഡിഗ്രി ആണ് വരിക. അപ്പോൾ എച്ച് നമുക്ക് വേറൊരു ഇക്വേഷൻ എടുത്താലോ? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡ് ബൈ 2g ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം നമുക്ക് സംശയമില്ല. ആർ മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആണ്. സോ ആർ എത്രയാണ്? ആർ നമുക്ക് ഓൾറെഡി അറിയാം 400 ആണ്. സോ 400 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ എന്ത് കിട്ടി? ജി കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു യു സ്ക്വയർ ബൈ ജി ഉണ്ട്. ഞാൻ ഇവിടെ ഒരു യു സ്ക്വയർ ബൈ ജി ഉണ്ട്. ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ എത്ര കിട്ടി? യു സ്ക്വയർ ബൈ ജി എന്ന് പറഞ്ഞാൽ 400 ആണ്. സോ 400 ബൈ 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. തീറ്റ എത്ര? 45 ആണ്. ഓക്കെ, അപ്പൊ ഇത് ചെയ്താൽ കിട്ടുമോ നോക്കാം. സോ എച്ച് ഈസ് ഈക്വൽ ടു 400 ബൈ 2 എന്ന് പറഞ്ഞാൽ 200 ആണ് അല്ലെ? സോ 200 ഇൻറ്റു സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. സോ സൈൻ സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 1/√2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1/2. സോ എത്ര കിട്ടും? 1/2. സോ അതെന്ത് കിട്ടി? എച്ച് ഈസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. ഓക്കെ, സോ സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. എച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 100 കിട്ടി. സോ ഇവിടുത്തെ എച്ച് 100 കിട്ടി. സോ ഇതിന്റെ കോർഡിനേറ്റ് എങ്ങനെയൊക്കെ വരിക? ഇതുവരെ 200, അതാണ് എക്സ്. അതേപോലെ ഇവിടെയാണ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ആണ്. സോ വൈ എത്ര കിട്ടി? 100 കിട്ടി. സോ ദ കോർഡിനേറ്റ് അറ്റ് മാക്സിമം പോയിന്റ് ഈസ് ഗിവൺ ബൈ 200, 100. ഓക്കെ, സോ 200, 100 ആണ് ഇതിന്റെ കോർഡിനേറ്റ്. അതായത് പി കോമ എക്സ് വൈ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 200, 100 ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, വെലോസിറ്റി മിനിമം ആവുന്നത് ഹയസ്റ്റ് പോയിന്റിലാണ്. ആ സമയം എന്തായിരിക്കും? ആർ മാക്സ് എന്ത് ചെയ്യും? R/2 ആയിട്ട് മാറും. പിന്നെ തീറ്റ 45 ആണെന്നൊക്കെ നിങ്ങൾ ഏറെക്കുറെ ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ, അല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് വെറുതെ നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്. ഫിഗർ ഞാൻ തരാം. സോ ദിസ് ഈസ് അവർ 13th ക്വസ്റ്റ്യൻ. അപ്പോ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യന് ഫിഗർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഫിഗർ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഫിഗർ കാണിച്ചു തരാം. സോ ദ ഫിഗർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻസ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ഇതാണ് ഫിഗർ. എന്നിട്ട് ഫിഗർ വരച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫിഗർ വരച്ചിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെറുതെ ലൈൻ വരക്കുന്നുണ്ട്, അതൊന്നിനുമല്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് പ്രൊജക്ടൈൽ ഇങ്ങനെ ത്രോ ചെയ്യുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഞാൻ ഈ വരയ്ക്കുന്ന സമയം കൊണ്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക, എഴുതിയെടുക്കുക ചെയ്തോണ്ടു. സോ ഇതാണ് ഒന്നാമത്തെ പ്രൊജക്ടൈൽ. ദെൻ വേറൊരു പ്രൊജക്ടൈൽ ഉണ്ട്, അതാണ് എന്താ പറയുക രണ്ടാമത്തെ പ്രൊജക്ടൈൽ. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ പ്രൊജക്ടൈൽ. ദെൻ ഇതാണ് ഒന്നാമത്തെ പ്രൊജക്ടൈൽ, ഇതാണ് രണ്ടാമത്തെ പ്രൊജക്ടൈൽ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, 2 projectile are shown in the figure. ഓക്കെ, സമ്മതിച്ചു. ഇഫ് T1 and T2 are the time period. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊജക്ടൈൽ ഇവിടുന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താനുള്ള സമയം എന്ന് പറയുന്നത് T1 ആണ്. എത്ര? T1 ആണ്. രണ്ടാമത്തെ പ്രൊജക്ടൈൽ ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന സമയം T2 ആണ്. ഓക്കെ, U1 and U2 are the velocities. അപ്പൊ ഇത് പറഞ്ഞത് U1 എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്, ഇത് പറഞ്ഞത് U2 എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ്. അങ്ങനെയെങ്കിൽ T1 greater than T2 ആണോ? T1 equal to T2 ആണോ? U1 greater than U2 ആണോ? U1 equal to U2 ആണോ? സോ ഇതാണ് നമുക്ക് കണ്ടെത്താൻ പറഞ്ഞത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ? ഈ ക്വസ്റ്റ്യനിലെ രണ്ടുപേരുടെയും ഹൈറ്റ് സെയിം ആണ്. ഈ ക്വസ്റ്റ്യനിലെ രണ്ടുപേരുടെയും ഹൈറ്റ് സെയിം ആണ്. സോ ഒന്നാമത്തെ പ്രൊജക്ടൈലിന്റെ ഹൈറ്റ് H1 ആണ്, രണ്ടാമത്തെ H2 ആണ്. ഇത് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. സോ ഈ രണ്ടെണ്ണത്തിന്റെയും ഹൈറ്റ് സെയിം ആണ്. സോ H1 ഈസ് ഈക്വൽ ടു H2 ആണ്. സോ ഹൈറ്റ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഓൾ ഡിവൈഡ് ബൈ ജി ആണ്. സോ നമുക്ക് അത് H1 കണ്ടോക്കാം. H1 എത്ര? ഒന്നാമത്തെ പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി U1 സ്ക്വയർ ആണ്. സോ U1 സ്ക്വയർ സൈൻ സ്ക്വയർ, പിന്നെ തീറ്റയും ഓബ്വിയസ്ലി എന്തായിരിക്കും? വാരി ചെയ്യും, അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ രണ്ടും രണ്ട് ആംഗിളിലാണ് എറിഞ്ഞിട്ടുള്ളത്, അത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാവും. സോ ഒന്നാമത്തെ പ്രൊജക്ടൈലിന്റെ തീറ്റ 1, രണ്ടാമത്തിന്റെ തീറ്റ 2. H is equal to U1 square sin square theta 1 all divided by G. H2 ന്റെ എന്തായിരിക്കും? നേരെ ഒന്ന് മാറ്റി 2 കൊടുക്കുക. സോ U2 square sin square theta 2 all divided by G. H1 equal to H2 ആണ്. സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സോ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? U1 square sin square theta 1 all divided by G is equal to U2 square sin square theta 2 all divided by G. അല്ലെ? ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? അടുത്ത സ്റ്റെപ്പിൽ ഞാൻ LHS-ലും RHS-ലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു,
ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ രണ്ട് ഭാഗത്തും 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ രണ്ട് ഭാഗത്തും ഞാൻ എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലല്ല, ഇവിടെ ഞാൻ 2 ജി ഉണ്ട്. ഈ 2 ജികളെ ഞാൻ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. വേണ്ട, വെട്ടിക്കളയണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പോ h ഈസ് ഈക്വൽ ടു u1 സ്ക്വയർ സൈൻ സ്ക്വയർ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ ജി ആണ്. ഇവിടെയും അതേപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? വെട്ടിക്കളയണമൊന്നുമില്ല, ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു രണ്ട് ഭാഗത്തും. ഓക്കെ, സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു u1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ഓൾ ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു u2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ ജി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ടൈം പീരീഡ് നമുക്ക് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമുക്ക് ടൈം പീരീഡ് കാണാൻ? നമുക്ക് ധാരാളം ഇക്വേഷനുകൾ ഉണ്ട്. സോ എന്താണ് നമുക്ക് ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ? ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ ജി ആണ് അല്ലെ? 2u സൈൻ തീറ്റ ഓൾ ഡിവൈഡ് ബൈ ജി ആണ് കാണാനുള്ള ഇക്വേഷൻ. പക്ഷെ ഇവിടെ രണ്ടോടത്ത് സ്ക്വയർ ഉണ്ട് അല്ലെ? സോ സ്ക്വയർ നിങ്ങളെ ഒരു ബോധറാക്കണ്ട. അപ്പൊ സ്ക്വയർ ഉണ്ടായിക്കോട്ടെ, അത് വിഷയമല്ല. സോ 2u1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ബൈ ജി. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി ആണ് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ. പക്ഷെ ഇവിടെ എന്ത് വന്നു? ഒരു 2 സ്ക്വയർ വന്നു. ബട്ട് അതുകൊണ്ട് നിങ്ങൾ വലിയൊരു സംഭവം ആക്കണമെന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? 2u ആ സ്ക്വയറുകൾ അങ്ങോട്ട് മാറ്റാം. സോ 2u എന്താ പറയാ? സൈൻ തീറ്റ 1 ഓൾ ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു 2u2 സൈൻ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ ജി. 2u സൈൻ തീറ്റ ബൈ ജി ആണ് എന്ത്? ടൈം പീരീഡ് ടി എന്ന് പറയുന്നത്. സോ T1 എന്ന് പറയുന്നത് 2u1 സൈൻ തീറ്റ 1 ബൈ ജി ആണ്. T2 എന്ന് പറയുന്നത് 2u2 സൈൻ തീറ്റ 2 ഓൾ ഡിവൈഡ് ബൈ ജി ആണ് അല്ലെ? സോ അത്രേ ഉള്ളൂ പരിപാടി. u1 സ്ക്വയർ u2 സ്ക്വയറും നിങ്ങൾക്ക് അത് അല്ലെങ്കിൽ സിമ്പിൾ പരിപാടി ഉണ്ട്. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ജി അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ സ്ക്വയർ പോയി എന്ന് അറിയണമെങ്കിൽ സംഭവം പരിപാടി പറഞ്ഞുതരാം. ഒരു ജീനും ഈ ചൂനെയും ഒക്കെ ഞാൻ കട്ട് ചെയ്തു. u1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ഈസ് ഈക്വൽ ടു u2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2 അല്ലേ? എങ്ങനെ പോയി എന്ന് പറഞ്ഞുതരാം. ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെയാണല്ലോ, u1 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 ഈക്വൽ ടു u2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2. ഞാൻ മൊത്തത്തിൽ എന്ത് ചെയ്തു? റൂട്ട് എടുത്തു. അപ്പൊ എന്ത്? സ്ക്വയർ ഒക്കെ പോയി. സോ u1 സൈൻ തീറ്റ 1 ഈസ് ഈക്വൽ ടു u2 സൈൻ തീറ്റ 2 എന്നായി. ഈ രണ്ടോടത്തും ഞാൻ 2 ബൈ ജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെയും 2 ബൈ ജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 ബൈ ജിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2u സൈൻ തീറ്റ ബൈ ജി ആണ് ടൈം പീരീഡ്. സോ 2u1 സൈൻ തീറ്റ 1 ബൈ ജി എന്ന് പറഞ്ഞ T1 ആണ്. അതേപോലെ 2u2 സൈൻ തീറ്റ 2 ബൈ ജി എന്ന് പറഞ്ഞ T2 ആണ്. സോ T1 ഈക്വൽ ടു T2. അത്ര പണിയുള്ളൂ. നമ്മൾ u1 സൈൻ സ്ക്വയർ തീറ്റ 1 u2 സൈൻ സ്ക്വയർ തീറ്റ 2 അത് മൊത്തത്തിൽ എന്ത് ചെയ്തു? ഒറ്റയടിക്കാൻ സ്ക്വയർ ചെയ്തു. അത്ര മതി, ബാക്കിയൊന്നും ചെയ്യാനില്ല. അത് റൂട്ട് എടുത്താൽ അത് രണ്ടും ഈക്വൽ ആവണു. നേരെ ഒരു 2 ബൈ ജിനെ കൊണ്ട് രണ്ടോടത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. T1 ഈക്വൽ ടു എന്ത് കിട്ടുന്നു? T2 കിട്ടുന്നു. സോ ദാറ്റ്സ് ഓൾ. സോ സമയം എത്ര കിട്ടി? ഓക്കെ, 22 മിനിറ്റ് ആയി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല തോന്നുന്നു. സോ ദാറ്റ്സ് ഓൾ. അപ്പൊ അതോടുകൂടെ നമ്മളെ സെക്ഷൻ കഴിഞ്ഞു. നമുക്ക് ഇനി അടുത്ത ഒരു എൻട്രൻസ് ക്ലാസ് ആയിട്ട് കാണാം. സോ താങ്ക് യു.